ഏവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് 2024 വ്യാഴമാറ്റത്തില് ചിത്തിര നക്ഷത്രത്തിന്റെ ഫലം എന്താണ് എന്ന് നോക്കാം. നമ്മള് പെൻഡുല ഇത് പ്രകാരമാണ് നോക്കുക. പൊതുവിൽ വളരെയേറെ നല്ല ഗുണങ്ങളും എന്നാൽ കുറച്ച് മനക്ലേശങ്ങളും കുഞ്ഞു ഓരോ രോഗാവസ്ഥകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് കലഹിച്ചിരുന്നവർ തമ്മിലൊക്കെ യോജിക്കാനും അതുവഴി പുതിയൊരു സന്തോഷം അല്ലെങ്കിൽ പുതിയൊരു വഴികളൊക്കെ തുറന്നു കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ട് ഉല്ലാസ യാത്രകൾ അല്ലെ മാനസിക ഉല്ലാസം, ഉത്കർഷേശ, കുടുംബത്ത് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വീട്ടില് എല്ലാവരും തമ്മിലുള്ള സംസാരങ്ങളൊക്കെ വളരെ കെയറിങ്ങോട് കൂടി വേണം. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മറ്റേ ആൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും ചെറിയ സംസാരത്തിലുള്ള അകൽച്ചകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരിക്കലും അതൊരു പ്രശ്നമാക്കണ്ട, നമ്മളൊന്ന് കരുതിയിരുന്നാൽ മാത്രം മതി. പിന്നെയുള്ളത് ഭൂമി ലാഭം. ഭൂമിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഭൂമി വാങ്ങാൻ സാധിക്കുന്നതാണ്. വീട് പണിയൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അതിനുവേണ്ടി ഒരു ഉത്സാഹം തന്നെ ചെയ്താൽ ആ കാര്യങ്ങളും വിജയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ്, വിദ്യാഭ്യാസത്തിലുള്ള ഉയർച്ച, സ്ഥാനമാനങ്ങള്, ജോലി ലഭ്യത ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് തക്ക രീതിയിലുള്ള വഴികൾ ഒരുങ്ങി വരുന്നതാണ്. എന്നിരിക്കലും നമ്മൾ വളരെയധികം അന്വേഷിച്ചിട്ട് വേണം അതിനൊക്കെ പൈസയൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തെ ജോലി റെഡിയാക്കി തരാം, പൈസ തരൂ എന്നൊക്കെ പറയുന്നവർക്ക് നല്ലതുപോലെ അന്വേഷിച്ചിട്ട് വേണം പൈസ കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അതെന്ന് വെച്ചാൽ ധനപരമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവാൻ യോഗം ഉള്ളത് കൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ അവർ നമ്മളെ പറ്റിക്കും എന്നൊരു കണക്കൂട്ടലിൽ പറഞ്ഞല്ല. നമുക്ക് ധനപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു യോഗം കിടക്കുന്നത് കൊണ്ട് എല്ലാ വഴികളും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെ എപ്പോഴും ഒരു ബിസിനസ്സിലൊക്കെ നോക്കുന്നവർക്ക് ബിസിനസ്സിലൊക്കെ പുരോഗതി, അതുപോലെ സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വരുമാന മാർഗങ്ങൾ, കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിലൊക്കെ പുരോഗതി ഉണ്ടാവുക. എന്നാൽ ചെറിയ നഷ്ടങ്ങളും ഇടയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതിന് വിലയിടിവ് കൊണ്ടൊക്കെ കുറെ നഷ്ടങ്ങൾ നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പറയുന്നത് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക്, ഗവൺമെന്റ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചതികളൊക്കെ പറ്റിയിട്ട് നമ്മൾക്ക് സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാവാം, മേലധികാരികളാവാം, ഇവരുടെയൊക്കെ വാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലോ വാക്കിലോ ഇവർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം അല്ലെങ്കിൽ ഇഷ്ടക്കേട് വന്നിട്ട് നമുക്ക് സ്ഥലം മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ സമാധാനപരമായ കുടുംബ അന്തരീക്ഷമായിരിക്കും. എന്നിരിക്കലും നമ്മൾ വളരെയധികം കെയറോട് കൂടി വേണം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രോഗാവസ്ഥകളൊക്കെ വന്നാൽ അത് അധികം ദിവസം വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങി ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെയും അതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മളും കൂടി ശ്രമിക്കുക. പൊതുവിൽ കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടുള്ള ധനനേട്ടങ്ങൾ, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സന്തോഷം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള യോഗം, പൊതുവിൽ ഐശ്വര്യം, സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വിവാഹമൊക്കെ നോക്കുന്നവർക്ക് അതിന് കുഞ്ഞു തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളൊന്ന് ഊർജിതമായിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് നോക്കിയാൽ നമുക്കത് വിജയിക്കാൻ പറ്റും. അതുപോലെ ശത്രുക്കളുടെ മുകളിലൊക്കെ വിജയം നമുക്ക് ഉണ്ടാവും.
ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി നോക്കി നിൽക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും ധനനേട്ടങ്ങളും മാനസികമായ സന്തോഷവും ഒക്കെ കിട്ടും. അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഓരോ പോരായ്മകൾ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. അതൊന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ധനാഗമ മാർഗങ്ങളൊക്കെ ഒന്നിലധികം ഉണ്ടാവുക, നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ധനത്തിന്റെ വരവിനെ കഴിഞ്ഞും ഇരട്ടി, അതായത് ധനം കൂടുതൽ വരാനുള്ള സമയമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പൊതുവിൽ അങ്ങനെയുള്ള സമയമാണ്. അതുപോലെ തന്നെ പുണ്യങ്ങൾക്കൊക്കെ പുണ്യഹാനി, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ, ഇപ്പൊ 10 പുണ്യം ചെയ്യുമ്പോൾ നമുക്ക് 1 പുണ്യം കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ ചിത്ര നക്ഷത്രക്കാർക്ക് കുഴപ്പമില്ല. അത് രണ്ടും കൂടെ കൂട്ടിയാണ് കേട്ടോ പറയുന്നത്. അതിൽ ഒരു കൂട്ടർക്ക് വളരെ നല്ലതും ഒരു കൂട്ടർക്ക് ലേശം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. എന്നിരിക്കലും വളരെ നല്ലതുള്ളവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യണം. അവർക്കായിരിക്കും പ്രശ്നങ്ങൾ കൂടുതൽ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ എപ്പോഴും ശത്രുക്കാരും എന്താ പറയാ കരുത്തോടെ മുന്നേറാൻ വരും അല്ലെ. നമ്മളൊന്ന് പയ്യെ സ്ലോ അടിച്ചു നിന്നാൽ നമ്മുടെ എതിരാളികളും സ്ലോ ആവും. നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത് കാണുമ്പോൾ അവരും നമ്മുടെ ഒപ്പം കുതിക്കും. അപ്പൊ അത് നോക്കി നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇവർ മിത്രഭാവേന നമ്മുടെ കൂടെ കൂടിയാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ അത് നോക്കി നിന്ന് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.